everyone, welcome back to my YouTube channel Make with Richu. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്വിസ്റ്റ് ആൻഡ് പോപ്പപ്പ് കാർഡാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പം ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഫോട്ടോസ് വരുന്ന ഒരു കാർഡാണ്. ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ്. സിമ്പിളായിട്ട് നമുക്ക് കാർഡ്സ്റ്റോക്ക് പേപ്പേഴ്സ് വെച്ച് ചെയ്തെടുക്കുന്നതാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഈ 3 ഷീറ്റ് പേപ്പർ മതി കേട്ടോ നമ്മുടെ കാർഡ് ചെയ്തെടുക്കാനായിട്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കാർഡ്സ്റ്റോക്ക് പേപ്പർ അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം. ഞാൻ കാർഡ്സ്റ്റോക്ക് പേപ്പർ ആട്ടോ എടുത്തേക്കുന്നത്. 3 മെഷർമെൻറ്റ്സ് ആണ്. മെഷർമെൻറ്റ്സ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫസ്റ്റ് ഷീറ്റിൻ്റെ മെഷർമെൻറ്റ് 10 സെൻറ്റിമീറ്റർ വിഡ്ത്തും 30 സെൻറ്റിമീറ്റർ ഹൈറ്റും ആണ്. സെക്കൻഡ് ഷീറ്റിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ 9 സെൻറ്റിമീറ്റർ വിഡ്ത്തും 20 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ്. അതുപോലെ തന്നെ തേർഡ് ഷീറ്റിൻ്റെ വിഡ്ത്ത് 9 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 26 സെൻറ്റിമീറ്ററുമാണ്. അപ്പം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഫസ്റ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതായത് 10 സെൻറ്റിമീറ്റർ വിഡ്ത്തും 30 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഷീറ്റാണ്. അത് നന്നായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എൻഡ് ടു എൻഡും കൂടെ ചേർത്ത് വെച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്യണം. നമ്മുടെ കാർഡ് ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്, പക്ഷേ അതിൻ്റെ ഫോൾഡിങ്സ് ശ്രദ്ധിക്കണം. കാരണം നന്നായിട്ട് ഫോൾഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് നന്നായിട്ട് ഓപ്പണായി വരില്ല. അതുകൊണ്ട് ഫോൾഡിങ്സ് നന്നായിട്ട് ചെയ്യണം. ഇത്രയും മതി കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഷീറ്റിൽ ഇത് മാത്രം ചെയ്താൽ മതി. ഫസ്റ്റ് ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഷീറ്റ് ചെയ്യാം. സെക്കൻഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതായത് 9 സെൻറ്റിമീറ്റർ വിഡ്ത്തും 20 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഷീറ്റാണ്. അത് ഇതുപോലെ രണ്ടായിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എൻഡും എൻഡും വെച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് 5.5 സെൻറ്റിമീറ്റർ ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ടോപ്പിൽ നിന്ന് ബോട്ടം പോർഷനിലേക്ക് 5.5 സെൻറ്റിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബോട്ടം പോർഷനിൽ നിന്ന് ടോപ്പ് പോർഷനിലേക്കും 5.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ ചെയ്യണം. ടോപ്പിൽ നിന്ന് ബോട്ടം പോർഷനിലേക്ക് 5.5 സെൻറ്റിമീറ്റർ, പിന്നെ ബോട്ടം പോർഷനിൽ നിന്ന് ടോപ്പ് പോർഷനിലേക്ക് 5.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ 4 പോയിൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സൈഡിലെ ടോപ്പ് പോയിൻറ്റിൽ നിന്ന് അപ്പുറത്തെ സൈഡിലെ ബോട്ടം പോയിൻറ്റിലേക്ക് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ അടുത്ത പോയിൻറ്റ്സ് നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ലൈനൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്കെയിൽ യൂസ് ചെയ്ത് നമ്മൾ ആ ക്രോസ് വരച്ച ലൈൻസ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഒരു സ്കെയിൽ യൂസ് ചെയ്ത് 2 ലൈൻസ് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 എൻഡ് പോർഷനില്ലേ അത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് അടുപ്പിച്ച് വെക്കണം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേപ്പർ ഇങ്ങനൊരു ഷേപ്പിൽ കിട്ടും. അപ്പം നമ്മുടെ രണ്ടാമത്തെ കാർഡ്സ്റ്റോക്ക് പേപ്പറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റും സെക്കൻഡും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഷീറ്റിലേക്ക് സെക്കൻഡ് ഷീറ്റ് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ആ ഫസ്റ്റ് ഷീറ്റിൽ ആ ലൈനില്ലേ ആ ലൈനിൻ്റെ സെൻറ്ററിലേക്ക് വേണം ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. സെൻറ്റർ നിങ്ങൾക്ക് അങ്ങനെ അറിയില്ലെങ്കിൽ ഒരു സ്കെയിൽ യൂസ് ചെയ്തൊന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ അറിയാം. നമ്മൾ 10 സെൻറ്റിമീറ്റർ അല്ലേ വിഡ്ത്ത് എടുത്തേക്കുന്നത്, അതിൻ്റെ പകുതി അതായത് 5 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ വെച്ച് നോക്കി സ്റ്റിക്ക് ചെയ്താൽ മതി കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ യൂസ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കണം. കാരണം നമുക്കിത് ഫോൾഡ് ചെയ്യാൻ പറ്റണമല്ലോ. ആ ലൈനിൽ സ്റ്റിക്ക് ചെയ്യൽ കുറച്ച് താഴോട്ട് മാറി സ്റ്റിക്ക് ചെയ്യണം. ഫെവിക്കോൾ യൂസ് ചെയ്താട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് പോർഷനും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ഫെവിക്കോൾ യൂസ് ചെയ്തൊന്ന് സ്റ്റിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റിക്കായി വരും.
2 ഷീറ്റ്സ് നമ്മൾ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി നമുക്ക് 3rd ഷീറ്റും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് 3rd ഷീറ്റും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. 3rd ഷീറ്റ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. 3rd ഷീറ്റിൻ്റെ വിഡ്ത്ത് 9 സെൻറ്റിമീറ്ററും ഹൈറ്റ് 26 സെൻറ്റിമീറ്ററും ആണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് 2 സൈഡും ഇതുപോലെ ഇങ്ങനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് 6 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. അതായത് ഫസ്റ്റ് ഷീറ്റ് ടോപ്പിലോട്ട് ഫോൾഡ് ചെയ്യണം, സെക്കൻഡ് ബാക്കിലോട്ട്, പിന്നെയും ടോപ്പിലോട്ട്. അപ്പം 6 ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കിട്ടും. അപ്പം നമ്മുടെ 3rd ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബേസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബേസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമ്മൾ നമ്മുടെ 3rd ഷീറ്റ് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് നേരെ വെക്കണം. എന്നിട്ട് നമ്മുടെ 3rd ഷീറ്റിൽ ആ സെൻറ്റർ ലൈനില്ലേ, ആ സെൻറ്റർ ലൈൻ നമ്മുടെ ബേസിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കണം. അതായത് നേരത്തെ കണക്ക് തന്നെ എടുത്താൽ മതി. 10 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ പോയിൻറ്റിലൊന്ന് ആ 3rd ഷീറ്റിൻ്റെ സെൻറ്റർ ലൈൻ ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ആ സെൻറ്റർ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ആ എൻഡിൽ ആ പാർട്ടിൽ അതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുമ്പം താഴത്ത് 2 പോർഷനായിട്ട് നമുക്ക് കിട്ടും. 2 സ്ക്വയേഴ്സ്. അതിൽ ആ മുകളിലത്തെ സ്ക്വയറിൽ മാത്രം ഫെവിക്കോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. മുകളിലത്തെ പോർഷൻ മാത്രമേ സ്റ്റിക്ക് ചെയ്യാവുള്ളൂ കേട്ടോ. താഴോട്ട് പോയാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് മുകളിലത്തെ പോർഷൻ മാത്രമായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. മുകളിലത്തെ പോർഷൻ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത എൻഡിലെയും പാർട്ട് നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുമ്പം താഴെ 2 സ്ക്വയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ആ സ്ക്വയറിലെ ടോപ്പ് പോർഷനിൽ സ്റ്റിക്ക് ചെയ്യില്ല, ബോട്ടം പോർഷനിൽ സ്റ്റിക്ക് ചെയ്യണം. അപ്പം ബോട്ടം പോർഷൻ മാത്രം നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കാർഡ് ഇവിടെ സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട്. 3 ഷീറ്റ് കാർഡ്സ്റ്റോക്ക് പേപ്പർ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാറ്റേൺ പേപ്പേഴ്സും ഫോട്ടോസൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള സ്പേസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മെസ്സേജസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം നമുക്കിതൊന്ന് ആഡ് ചെയ്തെടുക്കാം. നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്വിസ്റ്റ് ആൻഡ് പോപ്പപ്പ് കാർഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം ഞാൻ കംപ്ലീറ്റ് ഫോട്ടോസ് ആട്ടോ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മെസ്സേജസൊക്കെ കൊടുക്കാം. ഫോട്ടോസ് അവോയ്ഡ് ചെയ്യേണ്ടവർക്ക് ഫോട്ടോസ് അവോയ്ഡ് ചെയ്തിട്ട് എന്തെങ്കിലും മെസ്സേജസോ ലെറ്റേഴ്സോ ഒക്കെ കൊടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഏത് ഒക്കേഷന് വേണമെങ്കിലും നമുക്ക് ഗിഫ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.